ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവർ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അതായത് ജിൻഡോയും രതീഷും. അപ്പോൾ അവർ ഫ്രഷ് ആകുന്നതിൻ്റെ കൂട്ടത്തിൽ അവർ സംസാരിക്കുന്നുണ്ട്, എല്ലാവരെയും പറ്റി സംസാരിക്കുന്നുണ്ട്. അതായത് അവർ ഇന്നലെ രാത്രി നമ്മുടെ അടുത്ത് വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സ്ക്രീൻ സ്പേസ് കിട്ടുക എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. അതുകൂടാതെ അവർ വന്നതിൻ്റെ മറ്റൊരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവിടെ ഉള്ളത് കൊണ്ട് എല്ലാവരും അങ്ങോട്ടായിരിക്കും ശ്രദ്ധിക്കുക എന്നുള്ളത് 100% ഉറപ്പാണ്. ഇനി എന്തായാലും നമ്മൾ രണ്ടുപേരും ടീമായി തന്നെയായിരിക്കും കളിക്കുന്നത്. ബാക്കി 17 പേര് ഒരു ടീം, അതുപോലെ നമ്മൾ 2 പേരും ഒരു ടീം. അതിനകത്തിൽ ഗബ്രിയെ പറ്റി എടുത്ത് സംസാരിക്കുന്നുണ്ട് ജിൻഡോയും. ഗബ്രി ഒരു നാട്ടുകാരാണ്, അങ്കമാലിക്കാരനാണ്, അവൻ വെറും പഞ്ചാരക്കൂട്ടനാണ്, അവൻ പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നവനാണെന്നൊക്കെ ഇങ്ങനെ ജിൻഡോ ഗബ്രിയെക്കുറിച്ച് പറയുകയാണ്. അവൻ വെറും പഞ്ചാരക്കൂട്ടനാണ്, അവൻ്റെ നാട്ടിലെ പേര് തന്നെ പഞ്ചാരക്കൂട്ടനാണെന്ന്, അവനൊരു കോഴിയാണെന്നൊക്കെ ഉള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ജിൻഡോ പറയുന്നത്. എന്നിട്ട് അവർ രണ്ടും ടീമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി എന്ത് വന്നെന്ന് പറഞ്ഞാലും നമ്മൾ രണ്ടും മാത്രമായിരിക്കും, വേറെ ആരെയും കൂടെ കൂട്ടുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ഇന്നലെ ആ ജയിലിൽ കിടന്ന് ആൾക്കാർ ശ്രദ്ധ പിടിച്ചു പറ്റിയത് രതീഷിനെ ആയിരിക്കും. രതീഷിന് ഒരുപാട് ഫാൻസ് ഇന്നലത്തെ ആ ജയിൽവാസത്തോട് കിട്ടിയെന്നുള്ള 100% ഉറപ്പിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലരും രതീഷിൻ്റെ വെറുപ്പീര് കണ്ട് പിന്മാറിയെങ്കിലും ഇപ്പോൾ കൂടുതലായിട്ട് രതീഷിലേക്ക് അടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവർക്കും രതീഷിനെ പേടിയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഗബ്രി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് അവിടെ ഈ സ്ട്രോങ് കണ്ടസ്റ്റൻറ്റിനോടൊന്നും മത്സരിക്കുന്നതായിട്ടേ കാണുന്നില്ല. കുറച്ച് പെണ്ണുങ്ങളുടെ പുറകെ നടന്ന് ഇങ്ങനെ സംസാരിക്കുന്നതല്ലാതെ വേറെ ശക്തമായ ആരോടും പ്രതികരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നില്ല. എന്തായാലും ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ് ഉണ്ടായിരിക്കുകയാണ്. തുടർന്നും വീഡിയോ കാണുക.